പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ പോകുന്ന വിഷയം സ്ത്രീ ഇസ്ലാമിൽ എന്നതാണ്. ഇന്നത്തെ ലോകത്ത് സ്ത്രീകളെക്കുറിച്ച് പലവിധ ചർച്ചകളും വിമർശനങ്ങളും നടക്കുമ്പോൾ ഇസ്ലാം സ്ത്രീക്ക് നൽകിയ യഥാർത്ഥ സ്ഥാനം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം വരുന്നതിന് മുമ്പ് സ്ത്രീകളുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. സ്ത്രീ ഒരു ഭാരമായും അവകാശങ്ങളില്ലാത്ത ഒരാളായും സമൂഹം കണ്ടുവന്നു. പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു കാലം പോലും ഉണ്ടായിരുന്നത്രേ. അത്തരം ഒരു ലോകത്തേക്കാണ് ഇസ്ലാം വെളിച്ചമായി വന്നത്. ഖുർആൻ പറയുന്നു, പുരുഷനും സ്ത്രീയും അല്ലാഹുവിൻ്റെ ദൃഷ്ടിയിൽ ഒരുപോലെയാണ്. അവരിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഏറ്റവും തഖ്വയുള്ളവനാണ്. ഇസ്ലാം സ്ത്രീയെ വളരെയധികം ആദരിച്ചിരിക്കുന്നു. ഇസ്ലാം ഒരു സ്ത്രീയെ മകളായി ആദരിച്ചിരിക്കുന്നു. ആർക്കെങ്കിലും 2 പെൺമക്കളെ നന്നായി വളർത്താൻ കഴിഞ്ഞാൽ അവർ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ ഒരു ഭാര്യ എന്നതിൽ ഇസ്ലാം ഭാര്യയെ അടിമയായിട്ടല്ല ഇസ്ലാമിൽ ഒരു സ്ത്രീയെ കാണുന്നത്. പകരം ഭർത്താവിൻ്റെ സഹചാരിയായിട്ടാണ്. അവർക്ക് സ്വന്തം അഭിപ്രായം പറയാനും അതുപോലെ സ്വത്ത് അവകാശം വെക്കാനും അവരുടെ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാനുമൊക്കെ ഇസ്ലാമിൽ പറ്റുന്നതാണ്. ഖുർആൻ പറയുന്നു, നിങ്ങൾ അവരോടൊപ്പം നല്ല രീതിയിൽ ജീവിക്കൂ എന്നാണ്. അതുപോലെ തന്നെ ഒരു മാതാവിൻ്റെ സ്ഥാനം വളരെ വലുതാണ്. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടത് ആരെയാണ് എന്ന് ചോദിച്ചപ്പോൾ നബിയുടെ മറുപടി, നിന്റെ മാതാവ്. വീണ്ടും ആ സഹാബി ചോദിച്ചു, പിന്നെ ഞാൻ ആരെയാണ് ആദരിക്കേണ്ടത്? അപ്പോഴും പറഞ്ഞു, നിന്റെ മാതാവ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ചോദിച്ചപ്പോൾ പറഞ്ഞു, നിന്റെ മാതാവ്. ഇത് കേട്ടപ്പോൾ അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിച്ചു, ഞാൻ ആരെയാണ് ആദരിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവസാനമാണ് നിന്റെ പിതാവ്. 3 പ്രാവശ്യം പറഞ്ഞ ശേഷം 4ാമത്തെ പ്രാവശ്യമാണ് നിന്റെ പിതാവ് എന്ന് മറുപടി പറഞ്ഞത്. ഇതെല്ലാം മാതാവിന് ഇസ്ലാം നൽകിയ മഹത്വമാണ് തെളിയിക്കുന്നത്. സഹോദരിമാരെ, ഇസ്ലാം സ്ത്രീയെ പിന്നിലാക്കുന്ന ഒരു മതമല്ല. പകരം സ്ത്രീയെ സംരക്ഷിക്കുകയും ആദരിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന മതമാണ്. ഇന്ന് ചിലർ സ്ത്രീകളോട് നടക്കുന്ന അനീതികൾ ഇസ്ലാമിൻ്റെ പേരിൽ ചുമത്താറുണ്ട്. പക്ഷേ അത് ഇസ്ലാമിൻ്റെ തെറ്റല്ല, അത് മനുഷ്യരുടെ തെറ്റായ പ്രവർത്തികളാണെന്ന് നാം മനസ്സിലാക്കണം. സ്ത്രീയെ ബഹുമാനിക്കൂ, അവകാശങ്ങൾ നൽകൂ, അവരെ സംരക്ഷിക്കൂ. അതാണ് ഇസ്ലാമിൻ്റെ സന്ദേശം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.